3 മാസം മുൻപ് ഗൾഫിൽ കാണാതായ മകനെ ഓർത്ത് കണ്ണീരോടെ കഴിയുന്ന ഒരു ഉമ്മയുണ്ട് വയനാട്ടിൽ. വയനാട് 6 മൈൽ സ്വദേശി ജാസ്മിൻ. വിസിറ്റ് വിസയിൽ ദുബൈയിലെത്തിയ മകൻ അഫ്സൽ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയാത്ത ദുഃഖത്തിലാണ് ഈ ഉമ്മ. 90 ദിവസമായി എൻ്റെ പൊന്നുമോനെ കാണാതായിട്ട്. കുഞ്ഞുമോനെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് ആരോടെങ്കിലും പറഞ്ഞ് കണ്ടെത്തി തന്നെ എനിക്കതേ അറിയൂ. പല ആളുകളുമായി ഞാൻ സംസാരിച്ച് പല ആളുകളുടെ മുന്നിലും ഞാൻ പോയി നിന്ന് എനിക്കൊരു മറുപടിയും കിട്ടിയില്ല. എന്നെ സഹായിക്കണം. ഫെബ്രുവരി 28-നാണ് 6 മൈൽ സ്വദേശി അഫ്സൽ വിസിറ്റ് വിസയിൽ ദുബൈയിലെത്തിയത്. മാർച്ച് 5 വരെ ദിവസവും രാവിലെയും രാത്രിയും വിളിക്കാറുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് വിവരങ്ങളൊന്നുമില്ല. വിളിക്കാറുണ്ടായിരുന്ന നമ്പരും സ്വിച്ച് ഓഫായി. 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വിസ കൊടുത്ത് ദുബൈയിലേക്ക് കൊണ്ടുപോയ ആൾ മോനെ വിളിച്ച് പറഞ്ഞ്, നിങ്ങൾ അനിയൻ ഇവിടെ കാണുന്നില്ല, അവന് മിസ്സിങ് ആണ്, എന്ത് പറ്റിയതാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞ്. അതിൽ 2 ദിവസം വീണ്ടും 2 ദിവസം കഴിഞ്ഞ ഉടനെ സൗദിയിൽ നിന്ന് ദുബായിലേക്ക് ടിക്കറ്റ് എടുത്തിട്ട് എൻ്റെ മൂത്തൻ ദുബായിൽ പോയി നിന്ന് 10 ദിവസം അവിടെ നിന്നിട്ട് അവിടെ കേസ് കൊടുത്തു. അവിടെ വേണ്ടും പോലെ പോലീസ് സ്റ്റേഷനിലും പല സ്ഥലത്തും പോയി അന്വേഷിച്ചു. എൻ്റെ അനിയൻ്റെ മകനുണ്ടായിരുന്നു, അവനെയും കൂട്ടി അവൻ്റെ സുഹൃത്തുക്കളുമായിട്ട് അൽബർക്കായ എന്ന് പറയുന്ന ദുബായിൽ എല്ലായിടത്തും അന്വേഷിച്ചു. ഒരു വിവരം കിട്ടാൻ നമുക്ക് പറ്റിയിട്ടില്ല ഇന്ന് വരെ. വയനാട് 6 മൈൽ സ്വദേശികളായ യാക്കൂബ് ജാസ്മിൻ ദമ്പതികളുടെ 3 മക്കളിൽ രണ്ടാമത്തെയാളാണ് 27-കാരനായ അഫ്സൽ. ദുബൈ പോലീസിലും എംബസിയിലും നോർക്കയിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലുമടക്കം പരാതികൾ നൽകിയിട്ടും ഫലമില്ലാതായതോടെ കടുത്ത നിരാശയിലാണ് ഈ കുടുംബം. ദുബൈയിലെ മലയാളി കൂട്ടായ്മകൾ ശ്രമിച്ചാൽ മകൻ എന്താണ് സംഭവിച്ചത് എന്നെങ്കിലും അറിയാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഇവർ. മീഡിയ 1 വയനാട്.